എൻ്റെ ചേട്ടൻ്റെ ബോഡി ട്രെയിൻ വലിച്ചു കൊണ്ടുപോയി ഇങ്ങനെ ആക്കി തന്നത്. രക്ഷകണ്ടായിരുന്നു എൻ്റെ ചേട്ടൻ്റെ ജീവനോടെ ഉണ്ടായിരുന്നു. അതായത് രാവിലെ ഡ്യൂട്ടിക്ക് വീട്ടുകാരോട് യാത്ര പറഞ്ഞു പോകുന്നൊരു വ്യക്തി തിരിച്ചു ചെല്ലുന്നത് വെറും ഒരു തുണിക്കെട്ടായിട്ടാണ് തിരിച്ചു ചെല്ലുന്നത്. അതാണ് റെയിൽവേയുടെ അവസ്ഥ. വണ്ടി ഇവിടെ ഉത്തമൻ കീമാനായിട്ട് വരുന്ന സമയത്ത് ഒരു 11 മണി കഴിഞ്ഞതിന് ശേഷം ഇവിടെ ബോൾട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ബോൾട്ട് മാറ്റുമായിരുന്നു. ആ മാറ്റുന്ന ആ സമയത്താണ് പെട്ടെന്ന് കറവ് മാതിരിയുള്ള കറവാണ്. ആ കറവ് വണ്ടി വരുന്നത് കണ്ടില്ല. ആ പെട്ടെന്ന് ചാടാൻ പോലും സമയം കിട്ടിയില്ല. അങ്ങനെയാണ് ആ വേണാട് എക്സ്പ്രസ് അടിച്ച് തെറിപ്പിച്ച് പോയത്. ഒല്ലൂരിലായിരുന്നു ചേട്ടൻ ജോലിക്ക് കീമാൻ. ഈ പോസ്റ്റ് കിട്ടിയിട്ട് ഒരു വർഷത്തോളം ആവാറായിട്ടുള്ളൂ. പക്ഷെ ചേട്ടൻ നല്ല പേടിയുണ്ടായിരുന്നു. കീമാൻ ഈ ഒരു പോസ്റ്റ് ഭയങ്കര പേടിയായിരുന്നു. പ്രത്യേകിച്ച് ട്രെയിൻ വരുമ്പോൾ ഒന്നും അറിയില്ലല്ലോ, ഈ രക്ഷകൊന്നുമില്ലല്ലോ. രക്ഷകന് വേണ്ടി ചേട്ടൻ കുറേ അതുണ്ടെങ്കിൽ എൻ്റെ ചേട്ടൻ മരിക്കില്ലായിരുന്നു. ആ വളവ് വരുമ്പോൾ ട്രെയിൻ വരുമ്പോൾ ആ സൗണ്ട് കേൾക്കായിരുന്നു. കാറ്റും മഴയായിരുന്നു. അന്ന് നല്ല കാറ്റും മഴ ഉണ്ടായിരുന്നു. ആ ട്രെയിനിൻ്റെ സൗണ്ട് കേട്ടില്ലേട്. ഇത്രയധികം ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ചേട്ടൻ്റെ ജീവൻ പോയത്. ആ ട്രെയിനിലുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ചേട്ടൻ. നാളെ ഇനി ഒരു ഒറ്റ ആൾക്കിങ്ങനെ വരരുത്. എൻ്റെ ചേട്ടൻ കാലത്ത് 7 മണിക്ക് ജോലിക്ക് പോയതാ. എൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണം എല്ലാം മേടിച്ച് പോയതാ. വളരെ കഷ്ടപ്പെട്ടാണ് ഉത്തമൻ ജീവിച്ചിരുന്നത്. ഒരു മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് അതിൻ്റെ ബാധ്യത പോലും തീർന്നിട്ടില്ല. ആ സമയത്താണ് ഈ ദാരുണ അന്ത്യം ഉണ്ടാകുന്നത്. വിജയ് സിംഗ് മീണ എന്ന് പറയുന്നൊരു ഹിന്ദിക്കാരനായിരുന്നു. പുള്ളി ഇതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫായിരുന്നു. ഈ മൺസൂൺ പെട്രോളിംഗ് രാത്രി തുടങ്ങുന്ന സമയത്ത് ലാസ്റ്റ് വെളുപ്പിന് ഒരു 4 മണിക്ക് തുടങ്ങുന്ന ബീറ്റുണ്ട് ഇവിടുന്ന് അടുത്ത ബീറ്റ് പോയിന്റിലോട്ട്. അപ്പോൾ ആ ബീറ്റിന് പോകുന്നത് വെളുപ്പ് സമയത്ത് ഒരാൾ ഒറ്റയ്ക്കാണ് പോകുന്നത്. അതിപ്പോഴും അങ്ങനെ തന്നെ തുടരുക. രാത്രി ഏകദേശം ഒരു 8-11 മണി മുതൽ ഉറക്കം നിൽക്കുന്ന ആൾക്കാരാണ് ഈ 4 മണിക്ക് ഒറ്റയ്ക്ക് പോകുന്നത്. അപ്പോൾ ഉറക്കത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ പല മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് ഇതുവഴി ഇങ്ങനെ ട്രാക്ക് വഴി നടന്ന് പോകുമ്പോഴാണ് പുറകിൽ നിന്ന് വന്ന് ആ സമയത്ത് വന്ന ട്രെയിൻ ഇടിച്ച് ആളെ വീഴിക്കുമായിരുന്നു. റെയിൽവേയിലെ ഏറ്റവും റിസ്ക്കുള്ള എന്നാൽ റെയിൽവേയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ ട്രാക്ക് മാൻ എന്ന ജോലിയിലുള്ളവർ. മുമ്പ് ഗാങ് മാൻ എന്നായിരുന്നു അവരെ വിളിച്ചിരുന്നത്. അവരുടെ ജാഗ്രത അല്ലെങ്കിൽ അവരുടെ ഒരു ആത്മസമർപ്പണമാണ് ഇന്ത്യൻ റെയിൽവേയുടെ സുരക്ഷിതത്വത്തിൻ്റെ അടിസ്ഥാനം. ട്രാക്കിൻ്റെ സുരക്ഷിതത്വം വലിയ ജാഗ്രതയോടുകൂടി രാവും പകലും നടന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അവരുടെ കർത്തവ്യം. ഓരോ കൊല്ലവും ഇന്ത്യൻ റെയിൽവേയിൽ കൊല്ലപ്പെടുന്ന അല്ലെങ്കിൽ ജോലിയിൽ മരിക്കുന്ന ട്രാക്ക്മാൻമാരുടെ എണ്ണം നമ്മളെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ. ഇവിടെ വെച്ചിട്ടാണ് പ്രമോദേട്ടൻ മരിച്ചത്. അതായത് 2 വണ്ടികൾ 2 സൈഡിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വണ്ടി വന്നപ്പോൾ പ്രമോട്ടൻ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ബാക്കിൽ വണ്ടി വന്ന് പ്രമോട്ടൻ അറിഞ്ഞില്ല. ഈ രക്ഷകൻ എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ പ്രമോട്ടനെ അറിയാൻ പറ്റും, ഒരു പക്ഷേ നല്ല അറിയാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതാണ് നമ്മളെ പോലത്തെ ഈ എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഈ ഒരുവിധം ആളുകൾ മരിക്കുന്നത് ഈ 2 സ്ഥലത്ത് വണ്ടികൾ വരുന്നത് അറിയിപ്പ് കിട്ടാത്ത കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് രക്ഷകൻ്റെ കാര്യം പറയണത്. പ്രമോദേട്ടൻ മിലിറ്ററിയിൽ നിന്ന് ആണ് ഇങ്ങോട്ട് വന്നത്. മിലിറ്ററിയിൽ ഈ പറഞ്ഞ പോലെ യുദ്ധങ്ങളിലും മറ്റും പങ്കെടുക്കുന്ന ഒരാളായിരുന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ടാണ് ആൾ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. രാത്രികാല നൈറ്റ് പെട്രോളിങ്ങിൽ ട്രാക്ക് മെയിൻ്റനറായിരുന്ന ഹർഷൻ്റെ കൂടെ ഇരുന്ന വിനീഷിനും ഇവിടെ വെച്ചിട്ടാണ് അപകടം പറ്റുകയും അതിൽ ഹർഷൻ ട്രാക്കിൽ വെച്ച് തന്നെ മരണപ്പെടുകയും ഉണ്ടായി. ഡൗൺ ലൈനിൽ രാജധാനി എക്സ്പ്രസ് വരുന്നത് കണ്ട് അപ്പ് ലൈനിലേക്ക് മാറുകയും അപ്പ് ലൈനിൽ മാറിയ സമയത്ത് കൊല്ലൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വരുന്ന ലൈറ്റ് എഞ്ചിൻ
പെട്ടെന്ന് വന്ന് ഇടിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹർഷൻ സഡനായിട്ട് മരിക്കാനുണ്ടായ സാഹചര്യം ഉണ്ടായത്. ഹർഷന് ആ സമയത്ത് റെയിൽവേയുടെ സുരക്ഷാ ഉപകരണമായ രക്ഷക് നൽകണമെന്നുള്ള റെയിൽവേ ബോർഡിൻ്റെ ഉത്തരവ് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഈ മരണം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളത് റെയിൽവേയുടെ തന്നെ റിപ്പോർട്ടുകളിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. ഇത് നടപ്പിലാക്കണം എന്നുള്ള ആവശ്യമാണ് കാലങ്ങളായി ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ആ രക്ഷക സംവിധാനം ഉണ്ടെങ്കിൽ ഒരു 20 കിലോമീറ്റർ അപ്പുറത്ത് നമുക്ക് വണ്ടി വരുന്നുണ്ടെങ്കിൽ ഇതിലൊരു ബസ് റൺ അടിക്കും. അപ്പോൾ നമുക്ക് ഇത് വണ്ടി വരുന്ന സമയമായി. പിന്നെ ഏതാണ്ട് വണ്ടി അടുത്തെത്തി കഴിഞ്ഞാൽ വീണ്ടും ഒരു ബസ് അടിക്കുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഇറങ്ങി നിൽക്കാനുള്ള ഒരു സംവിധാനം അതിലുണ്ട്. അപ്പോൾ മുളന്തുരുത്തി സ്റ്റേഷനിലെ വണ്ടിക്ക് പാസ്സായി പോകാനുള്ള സിഗ്നൽ കൊടുത്തു. ഇതാണ് രക്ഷക്ക്. ഇത് ക്യാച്ചിങ് പവർ കുറഞ്ഞൊരു രക്ഷക്കാണിത്. ഇത് ഒരു ദൂരപരിധി എന്ന് പറയുന്നത് 10 കിലോമീറ്റർ പോലും 10 കിലോമീറ്റർ അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും 10 കിലോമീറ്റർ നമുക്ക് ലഭിക്കുന്നില്ല. ഇത് പലപ്പോഴും ഡൗൺ ലൈനിലെ സിഗ്നൽ, പലപ്പോഴും അല്ല, ഡൗൺ ലൈനിലെ സിഗ്നൽ തന്നെ നമുക്ക് കിട്ടാറില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇത് പരിഹരിക്കാനൊക്കെ ഒരുപാട് മാർഗ്ഗങ്ങളുള്ളതാണ്. അപ്പോൾ അതൊക്കെ പരിഹരിക്കപ്പെടാതെ വീണ്ടും ഇങ്ങനെ ഈ അനാസ്ഥ തുടരുകയാണ്. അപ്പോൾ തൊഴിലാളികളുടെ ജീവന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. രക്ഷക എന്ന് പറഞ്ഞ സാധനം പാർലമെന്റും എല്ലാ രീതിയിലും പാസ്സാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അത് റെയിൽവേ ഇന്നവർക്ക് തരാൻ തയ്യാറായിട്ടില്ല. ആ സാധനം കിട്ടുകയാണെങ്കിൽ എത്രയോ ജീവൻ ഇവിടെ ഒലിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് ഡ്യൂട്ടി എടുക്കുന്ന ആൾക്കാർക്ക് മുഴുവൻ ഈ രക്ഷക ഉണ്ടെന്നുണ്ടെങ്കിൽ, കീമാൻ, നൈറ്റ് പെട്രോള്, അതുപോലെ ഗ്യാങ് കംപ്ലീറ്റ് എല്ലാവർക്കും ഈ രക്ഷക എന്നുള്ള സംവിധാനം ഉണ്ടെങ്കിൽ നമ്മുടെ കുറേ ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും. രക്ഷക്ക് എന്ന് പറയുന്ന സാധനം നിലവിൽ ഈ എല്ലായിടത്തും കൊടുക്കാൻ ഇവരെ കൊണ്ട് സാധിക്കും. പക്ഷെ അവരെ ചെയ്യണില്ലത്. ഇതിപ്പോൾ അങ്ങനെ ഒരുപാട് കാശ് മുടക്കമുള്ളൊരു രക്ഷക്കല്ല ഇത്. ക്വാളിറ്റി കുറഞ്ഞായത്. ഇതിന് 20,000 രൂപ താഴെ ഇവരിപ്പോൾ പറയണത്. 20,000 രൂപ താഴെ പറയുമ്പോഴും ഇപ്പോൾ നമുക്ക് ഈ പിറവം സെക്ഷനിൽ ഇത് കൊടുത്തേക്കുന്നത് 7 എണ്ണ. അത് ശരിക്കും പിറവം സെക്ഷനിൽ 7 റെയിൽവേ സ്റ്റേഷൻ തന്നെയുണ്ട്. 7 റെയിൽവേ സ്റ്റേഷനിലും 2 കീമാന്മാർ വീതം 14 കീമാന്മാരുള്ളതാണ്. ആ 14 പേർക്കും ഇത് കൊടുത്തിട്ടില്ല, 7 പേർക്കേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ അപ്പുറത്തോട്ടൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കുമാരനല്ലൂർ സൈഡൊക്കെ അന്ന് മരിച്ചു എന്ന് പറഞ്ഞ വിജു മാത്യു മരിച്ചു എന്ന് പറഞ്ഞാൽ വിജു മാത്യുവിനൊന്നും സാധനമില്ല. കേരളത്തിൽ പ്രത്യേകിച്ചും ഈ ഷൊർണൂർ മുതൽ എറണാകുളം വരെയുള്ള ട്രാക്ക് കൂടുതൽ വളവ് തിരിവുകളും കയറ്റിറക്കങ്ങളുള്ള ട്രാക്കാണ്. നമുക്ക് അറിയാം, ഏറ്റവും സ്പീഡ് റെസ്ട്രിക്ഷനുള്ള ഒരു സെക്ഷനാണ്. ഇപ്പോഴും 80 കിലോമീറ്ററാണ് ഈ സെക്ഷൻ്റെ പരമാവധി വേഗത. പക്ഷേ അത് ഈ വളവ് തിരിവുകൾ മാത്രമായിരിക്കണം കാരണമെന്നില്ല. എന്താണെന്ന് വെച്ചാൽ വലിയ സമ്മർദ്ദത്തിലാണ് ഇവർ ജോലി ചെയ്യുന്നത്. മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിലാണെങ്കിൽ കൂടെ കൂടെ മഴയുണ്ടാകുന്ന ഒരു സ്ഥലമാണ്. തിക്കലി പോപ്പുലേറ്റഡ് ആണ്. പിന്നെ ട്രെയിനിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. മറ്റ് പല ഇടങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് ഈ സെക്ഷനിലൊക്കെ ട്രാഫിക് ഡെൻസിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ കാരണങ്ങളായിരിക്കാം. പക്ഷേ ഒരു തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കേരളം കുറച്ചും കൂടെ അവർക്ക് സുരക്ഷിതത്വമുള്ള സ്ഥലമാണ്. കാരണം കുറേ കൂടെ ജനവാസമുള്ള സ്ഥലത്താണല്ലോ. ഇപ്പോൾ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൻ്റെയോ കർണാടകയുടെയോ ഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ കുറേ കൂടെ നോർത്തിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ ജനങ്ങൾ തീരെ കുറവായി. ഞാൻ ഗാർഡായിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ്. ആ ജോലി ചെയ്തിരുന്ന കാലത്തുള്ള എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. തീരെ ജനവാസമില്ലാത്ത സ്ഥലങ്ങളിൽ, കാട്ടുപ്രദേശങ്ങളിൽ കൂടി ഒക്കെ വണ്ടികൾ പോകുമ്പോൾ ആരെയും നമുക്ക് ഒരു സഹായത്തിന് കിട്ടില്ല. നമുക്ക് ശരിക്കും മെയിനായിട്ട് വേണ്ട കേസെന്ന് വെച്ചാൽ ഈ 2 പേരെ നിയോഗിക്കുക എന്നുള്ളതാണ്. ഈ 2 പേരുണ്ടെങ്കിൽ ഒന്ന് വർത്തമാനം പറഞ്ഞ് പോകുമ്പോഴെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇങ്ങനെയുള്ള ഈ ഡ്യൂട്ടിക്ക് ഇത് പണ്ട് കാലത്ത് തുടങ്ങി വെച്ചൊരു രീതിയായത്. അന്ന് ഇത്രയും വണ്ടികളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറിയില്ല. ഇപ്പം വണ്ടിയുടെ എണ്ണം കൂടി, സ്പീഡ് കൂടി, ഈ ഇത് വന്നപ്പോൾ സൗണ്ട് ഇല്ലാണ്ടായി, ഇലക്ട്രിക് ആക്കി കഴിഞ്ഞപ്പോഴേ എത്ര ആളുകളെ ഇപ്പോൾ കീമാന്മാർ തന്നെ പരിഗണനറിയാം. അല്ലെങ്കിൽ അവരുടെ ജോലിഭാരം കുറച്ച് കൊടുക്കണം. ഇത് ഓരോ ദിവസവും ജോലിഭാരം കൂട്ടിക്കൊണ്ടിരിക്കുക, പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ സൈഡിലെ പുല്ലുകളൊക്കെ കയറി തന്നെയൊക്കെ വെട്ടുക എന്നൊക്കെ ഉള്ളതൊക്കെ ഗ്യാങ്ങുകാർ ചെയ്തുകൊണ്ടിരുന്ന വർക്കുകളാണ്. അതൊക്കെ ഇപ്പോൾ കീമാന്മാരോട് ചെയ്യാൻ പറയും. ഇപ്പോൾ നടക്കുള്ള നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന പുല്ലുകളൊക്കെ ഇല്ലേ, ഇതൊക്കെ നമ്മൾ വെട്ടണം. ഓരോ ദിവസം ഇത്ര മീറ്റർ വെട്ടിക്കോളാൻ പറയുക. ഇതിലൊക്കെ ഒരു എണ്ണമുണ്ട്. ഇത്ര എണ്ണം ഒരാൾ ചെയ്യണമെന്നുണ്ടെന്നേ. ഈ നമ്മൾ സാധാരണ ഒരു ജോലിക്ക് പോകണ പോലല്ല. ഒരാൾക്ക് ഒരു ശരാശരി ജോലി അവർ പറയുന്നുണ്ട്, ഒരെണ്ണം പറയും. ഇപ്പോൾ ഒരു സ്ലീപ്പറിൻ്റെ എണ്ണ പറയണത്. ഇവിടെ കൂടി കിടക്കുകയാണെങ്കിൽ ഒരാൾ 2 സൈഡും കൂടെ കൂട്ടി പറയും. ഒരാൾ 50-60 സ്ലീപ്പറിന് ഈ മിറ്റിൽ ഇത്ര ഇങ്ങനെയുള്ള മിറ്റിലായിരിക്കില്ല. മിറ്റിൽ ഇതല്ലേ ഇങ്ങനെ കൂടി കിടക്കും. ഈ സാധനം വലിച്ച് ഇങ്ങോട്ട് മാറ്റണം. ഈ സ്ലീപ്പറിൻ്റെ ലെവൽ വലിച്ച് മാറ്റണം. അപ്പോൾ ഒരാൾ 50 എണ്ണം ചെയ്യണം 2 സൈഡും. 50 എണ്ണം ചെയ്യണം എന്ന് പറയുമ്പം അവൻ്റെ കാര്യം തീർന്നെടുത്തുകൊണ്ട്. അപ്പോൾ അവൻ എത്ര സമയം എന്നുള്ളതല്ല, അവൻ ആ ജോലിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവൻ ആ ജോലി കൃത്യമായിട്ട് അത്രയും ടാർഗറ്റ് അവൻ തീർത്തിരിക്കണം. വെറുതെ നിന്ന് 5 മണി വരെ സമയം ഒപ്പിച്ച് വീട്ടിൽ പോകാൻ പറ്റിയല്ല. ഈ കിലോമീറ്റർ ഈ നമ്മൾ ഇത്രയും വെയിറ്റും എടുത്തുകൊണ്ടായി നടക്കണതേ.
അപ്പോൾ ഈ ബാഗും ഇതും എല്ലാം കൂടെ കൂടുമ്പോൾ തന്നെ ഏകദേശം ഒരു 8-9 കിലോ തൂക്കം നമുക്ക് എല്ലാത്തിനും കൂടെ വരുന്നുണ്ട്. നമ്മൾ ഇതെടുത്തുകൊണ്ട് ഈ ബാഗ് തോളെ ഇട്ടുകൊണ്ട് നമ്മൾ ഈ ഓരോ ക്ലിപ്പ് അടിക്കുമ്പോഴോ ഓരോ ബോൾട്ട് മുറുക്കുമ്പോഴോ നമുക്ക് ഈ ബാഗ് എടുത്ത് താഴെ വെച്ചിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇരട്ടി സമയം പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാഗ് തോളെ ഇട്ടുകൊണ്ട് തന്നെ ഈ അടിക്കാനുള്ള ക്ലിപ്പ് അടിക്കുകയും ബോൾട്ട് മുറുക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ഇത്രയും കിലോമീറ്ററുള്ള നടപ്പ് നമ്മുടെ മുട്ടിന് നല്ല ഇത് കിട്ടും, വിഷമമുണ്ട്. അതുപോലെ തന്നെ ഈ നടുവ്, പുറം, ഷോൾഡർ ഒക്കെ ശരിക്കും ആരോഗ്യപരമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ബോഡി വീക്കാകുന്നൊരു ജോലി തന്നെയാണ്. ട്രാക്കൊക്കെ ഇപ്പോൾ പഴയ പോലെ ഒന്നുമില്ല. ട്രാക്കിൻ്റെ ഒക്കെ സേഫ്റ്റിയൊക്കെ ഇപ്പോൾ വർദ്ധിച്ചു. ഇതിൻ്റെയൊക്കെ ഈ റെയിലിൻ്റെ ഗേജും ഒക്കെ വർദ്ധിപ്പിച്ച്. അപ്പോൾ വണ്ടികൾ വന്നാൽ ഈ ഇലക്ട്രിക്കലും കൂടി ആയി കഴിഞ്ഞപ്പോഴത്തേനും വണ്ടികൾ വന്നാൽ നമുക്ക് വണ്ടിയുടെ സൗണ്ട് പോലും കേൾക്കാൻ പറ്റില്ല. വണ്ടി നമ്മളെ പാസ് ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് ഈ വണ്ടിയുടെ സൗണ്ട് ശരിക്കും നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ട്രാക്കിൽ നിൽക്കുമ്പോൾ മനസ്സിലാവും. ഒരു വണ്ടി വരുമ്പോൾ നമുക്ക് അകലേന്ന് ഒരു സൗണ്ട് കേൾക്കാൻ പറ്റില്ല. ഇപ്പോൾ ആ പാലത്തെ കൂടെ വന്നപ്പോൾ ആ സൗണ്ട് അത്രയും കേട്ടത് അത് പഴയ ഇരുമ്പ് പാലായതുകൊണ്ടാണ്. അതിനകത്ത് കയറുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും. പക്ഷേ ഇവിടെയൊന്നും അങ്ങനെ ഒരു സൗണ്ട് ഒന്നും ഉണ്ടാകുകയില്ല. നമ്മുടെ അടുത്ത് വണ്ടി വരുമ്പോഴേ ഇപ്പോൾ ഇവിടെ അങ്ങോട്ട് ഫുൾ കർവുകളാണ്. അവിടേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അടിക്കടിയാണ് വണ്ടി വന്നത്. ചാടി മാറുമല്ലാണ്ട് രക്ഷയില്ല. കർവുകളിലാണ് കൂടുതൽ അപകടം. ഇപ്പോൾ കർവുകളിലുള്ള പ്ലേറ്റുകൾ ഒറ്റയ്ക്ക് കെട്ടാൻ പോവുക, ഇതുപോലുള്ള ഈ പ്ലേറ്റുകളൊക്കെ അഴിഞ്ഞ് പോകുമ്പം ഈ പ്ലേറ്റുകളൊക്കെ കെട്ടേണ്ടി വരും. പ്ലേറ്റുകൾ കെട്ടാൻ പോവുക. അതിൻ്റെ കൂടെയാണ് ഈ കീമാനി കർവ് ഗ്രീസിംഗ് എന്ന് പറയുന്ന ജോലി കൊടുത്തേക്കുക. എല്ലാ കീമാനും ഇത്രയും 7 കിലോമീറ്റർ നടന്ന് ഈ ഡ്യൂട്ടി എടുത്തതിന് ശേഷം ഉച്ച കഴിഞ്ഞ് കർവുകൾ ഗ്രീസ് ചെയ്യണമെന്നാണ് ഓർഡർ ഇടുന്നത്. അപ്പോൾ ഈ ഒറ്റയ്ക്ക് വേണം നമ്മൾ ഇതിനും പോകാൻ വേണ്ടിയിട്ട്. ഈ ഒറ്റയ്ക്ക് പോയി ഈ കർവിൽ ഗ്രീസ് ചെയ്ത് നിൽക്കുമ്പം ഈ പറഞ്ഞ വണ്ടി വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. ഞാൻ കൺട്രോളറായിട്ട് ജോലി ചെയ്യുന്ന കാലത്തുണ്ടായൊരു സംഭവം ഇപ്പോൾ എനിക്ക് മറക്കാൻ പറ്റാത്തതായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ കഞ്ചിക്കോടിനും വാളയാറിനും ഇടയിൽ രാത്രി ഇതേപോലെ ഒരു ട്രാക്ക് മാൻ നൈറ്റ് പെട്രോളിങ്ങിന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കഞ്ചിക്കോട് സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിൽ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനന്ന് ചെയ്യുന്ന ജോലി ഇവരെ ഇതിൻ്റെയൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നൊരു പോസ്റ്റിലാണ്. ഞാൻ ചീഫ് കൺട്രോളറായിരുന്നു. അപ്പോൾ ഇദ്ദേഹം പോകാൻ പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഈ സെക്ഷനിൽ 2 ലൈനുണ്ട്. ഈ കഞ്ചിക്കോട് വാളയാറിൽ A ലൈൻ, B ലൈൻ. അപ്പോൾ അത് B ലൈൻ കാടിനകത്ത് കൂടെ പോകുന്ന ലൈനാണ്. ആ B ലൈനിൽ ഒരു ഒറ്റയാൻ ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതിന് മുമ്പേ ട്രാക്ക് ഇൻസ്പെക്ട് ചെയ്ത് ഡ്യൂട്ടി ചെയ്ത് വന്നിട്ടുള്ള ട്രാക്ക് മാൻ പറഞ്ഞു ഇനി ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകുന്ന റിസ്ക്കാണ്, ഒറ്റയാനുണ്ട്. അപ്പോൾ അതറിഞ്ഞിട്ടാണ് അടുത്ത ഡ്യൂട്ടിക്ക് പോകേണ്ട ആൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ തയ്യാറില്ല എന്ന് പറഞ്ഞിരിക്കും. പക്ഷേ ഈ ട്രാക്ക് മാൻ പോയി നൈറ്റ് പെട്രോൾ ചെയ്തില്ലെങ്കിൽ റെയിൽവേ നിയമം അനുസരിച്ച് വണ്ടി നിർത്തി 10 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടി. എന്തെങ്കിലും അപകടം ട്രാക്കിനോ മറ്റു തരത്തിലുണ്ടോ എന്നറിയില്ലല്ലോ. അപ്പോൾ ഇദ്ദേഹം പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് പിന്നീട് വേറെ ആളുകളെ വിളിക്കുന്നു, അവരൊന്നും തയ്യാറാകുന്നില്ല. അതിനുശേഷം ഈ പെർമനൻറ്റ് ബേ ഇൻസ്പെക്ടർ എന്ന് പറയും, ഇപ്പോൾ ഒരു എൻജിനീയറാണ്. അദ്ദേഹം ഒരു എൻജിനിലൊക്കെ കയറി പോയിട്ടാണ് അന്ന് രാത്രി വണ്ടികൾ ഓടിക്കാൻ കഴിഞ്ഞത്. പക്ഷേ ആ ഒരൊറ്റ കാരണം കൊണ്ട് അന്ന് ഒരു 10-20 ട്രെയിനുകളെങ്കിലും ഒരുപാട് ലേറ്റാകുന്നു. അപ്പം ആ ട്രാക്ക് മാൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ാണ് അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ രാത്രി ഈ കാട്ടിന് ഉള്ളിൽ കൂടി പോയി അത് മറ്റേയാൻ ഇറങ്ങി നിൽക്കുന്നുണ്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ജോലിക്ക് പോകേണ്ട വരിക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, ഭയമുള്ള കാര്യമാണ്. അതേപോലെ എൻ്റെ ഡ്യൂട്ടി തന്നെ ഞാൻ ഓർക്കുന്നുണ്ട്, പാമ്പ് കടിച്ചിട്ട് രാത്രി 1 മണിക്ക് സ്റ്റേഷനിൽ വന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ട്രാക്ക് മാനും ആ സമയത്തൊരു മറ്റൊരു ട്രെയിൻ വന്നതിൽ കയറ്റിക്കൊണ്ടുവന്ന് അയാളെ പാലക്കാട് നിന്ന് ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ എത്തിച്ച് ഭാഗ്യത്തിന് നമുക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റി. പക്ഷേ അത് എല്ലായ്പ്പോഴും നടക്കണമെന്നില്ല. ഇപ്പോൾ ട്രാക്ക്മാൻമാരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിനുണ്ട്. സ്വന്തം ശ്രദ്ധ കുറവുകൊണ്ടോ അല്ലെങ്കിൽ നിയമപാലനത്തിൻ്റെ പരിപാലനത്തിൻ്റെ കുറവ് കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ അല്ല ഈ മരണം സംഭവിക്കുന്നത്. ഉത്തമമായ ജോലി നിർവഹണത്തിൻ്റെ ജാഗ്രതയുടെ പുറത്താണ് ഈ മരണം സംഭവിക്കുന്നതെന്ന് റെയിൽവേ നിർവചിക്കപ്പെട്ടിരിക്കുന്നത്. രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ ഇന്ത്യൻ റെയിൽവേയിൽ 200ഓളം പേർ ഒരു വർഷത്തിൽ മരണമടയുന്നു എന്നുള്ളതാണ് ടാസ്ക് ഫോഴ്സ് കമ്മിറ്റിയുടെയും ഇന്ത്യൻ റെയിൽവേയുടെയും റിപ്പോർട്ടുകളിലുള്ളത്. വിജനമായ സ്ഥലത്ത് ഇപ്പോൾ ഒറ്റയ്ക്കുള്ള യാത്രകൾ നടന്ന് കൊണ്ട് അവർ ജോലി ചെയ്യുകയാണല്ലോ, വെറുതെ നടക്കൽ മാത്രമല്ല. ഓരോ
നിമിഷവും അവരുടെ ശ്രദ്ധ ഈ ട്രാക്കിലായിരിക്കും. അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവർ മനുഷ്യരാണ്, അവർക്ക് പല പ്രശ്നങ്ങളുണ്ടാവാം, അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാം. ഇപ്പോൾ ധാരാളം സ്ത്രീകളും ഈ ജോലിയിലേക്ക് വരുന്നൊരു കാലമാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു സമയത്ത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഒരു സഹായം ഇല്ല എന്നുള്ളതാണ്. ഏറ്റവും താഴ്ന്ന ശമ്പള സ്കെയിലിലാണത്. ഓരോ പേ കമ്മീഷൻ വരുമ്പോഴും ഇത് കൂടുതൽ മെച്ചപ്പെടുത്തണമെന്നൊക്കെ പറയുമെങ്കിലും കാര്യമായിട്ടൊന്നും നേട്ടങ്ങൾ അവർക്ക് ഉണ്ടാകാറില്ല. അത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവർ ജോലി ചെയ്യുന്നത്. പലപ്പോഴും ഇതേപോലെ അപകടങ്ങളിൽ അവർ മരിക്കുന്നു, അല്ലെങ്കിൽ വലിയ പരിക്കേൽക്കുന്നു, വലിയ ബുദ്ധിമുട്ടുകൾ ആവുന്നു. അവരുടെ ഒരു റോളിന് വേണ്ടത്ര പ്രാധാന്യത്തോടു കൂടി റെയിൽവേയോ അല്ലെങ്കിൽ സമൂഹമോ കാണുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ട്രാക്ക് മെയിൻ്റർമാരുടെ അടിസ്ഥാന ശമ്പളം 11,000 രൂപ പ്ലസ് DA ആണ്. റിസ്ക് ആൻഡ് ഹാർഡ് വിഭാഗം 2-ൽ ഉൾപ്പെടുത്തിയതിനാൽ 2,800 രൂപ സ്പെഷ്യൽ അലവൻസും നൽകുന്നുണ്ട്. അതുപോലെ പാസ് ഒരു വർഷത്തിൽ 3 പാസ് ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ ഈ 2004 ശേഷം സർവീസിൽ വന്നവർക്ക് ഇപ്പോൾ വിരമിക്കപ്പെട്ടവർക്ക് കിട്ടുന്ന പെൻഷൻ എന്ന് പറയുന്നത് വെറും 1,200 രൂപയാണ്. പലരും ആത്മഹത്യയുടെ വക്കിലാണ് സർവീസിൽ നിന്ന് വിരമിച്ചപ്പോൾ. ആ ന്യൂ പെൻഷൻ റദ്ദ് ചെയ്യണമെന്നുള്ള ആവശ്യം ആണ് ജീവനക്കാർ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരുന്നത്. കാരണം രാജ്യത്തിന് വേണ്ടി പണിത് സർവീസിൽ നിന്ന് പോകുമ്പോൾ അവർ നിരാലംബരായി വാർദ്ധക്യം ബാധിച്ചു വരുന്ന സമയത്ത് മറ്റ് ഇതര ജോലികൾ ചെയ്താൽ പോലും കഴിയാത്ത അവസ്ഥയിൽ പെൻഷനില്ലാതെ ജീവിക്കാൻ കഴിയില്ല, മക്കളെ ആശ്രയിച്ച് ജീവിക്കാൻ കഴിയാത്തതിൻ്റെ പുറത്തുള്ള പ്രതിസന്ധി തന്നെ ഉണ്ടായിരിക്കുന്നു. പാലക്കാടിൽ ന്യൂ പെൻഷൻകാരായ ഒരു ജീവനക്കാരി ആത്മഹത്യ ചെയ്യുക പോലും ഉണ്ടായിട്ടുണ്ട്. ഞാൻ പല സുഹൃത്തുക്കളോടും പറയാറുള്ളതാണ്, നിങ്ങൾ തീവണ്ടിയിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഒരു സ്റ്റേഷനും മറ്റൊരു സ്റ്റേഷനും ഇടയ്ക്ക് പോകുന്ന സമയത്ത് വിസിലടിക്കുന്ന ശബ്ദം കേൾക്കാം. അപ്പോൾ വിസിലടിക്കുന്ന ശബ്ദം പുറത്ത് നോക്കുകയാണെങ്കിൽ ഈ ട്രാക്ക് മാനാണത് വിസിലടിക്കുന്നത്. അവരുടെ കയ്യിൽ കൊടിയുണ്ടാവും, മറ്റ് എക്യുപ്മെൻസൊക്കെ ആയി ട്രാക്ക് ഇൻസ്പെക്ട് ചെയ്ത് കുഴപ്പമൊന്നുമില്ല എന്ന് ഡ്രൈവറെ അറിയിക്കുന്ന ആ സിഗ്നലാണ് വിസിൽ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റെയിൽവേ സംബന്ധിച്ചിടത്തോളം. വേറൊരാൾക്ക് ഉറപ്പ് വരുത്താൻ പറ്റില്ല. ഇപ്പോൾ ഒരു മരം വീണ് കിടന്നാലോ അല്ലെങ്കിൽ ഒരു വലിയൊരു ബോൾഡർ വന്ന് കിടന്നാലോ ഒന്നും മറ്റൊരു തരത്തിൽ ഇത് അറിയുന്നില്ല. ആദ്യം അറിയുന്ന ട്രാക്ക് മാനാണ്. എൻ്റെ ഒരു 35 കൊല്ലത്തെ റെയിൽവേ ജീവിതത്തിൻ്റെ അനുഭവം വെച്ച് റെയിൽവേക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന, എന്നാൽ അതിൻ്റേതായ യാതൊരു തരത്തിലുള്ള ഗുണവും കിട്ടാത്തൊരു വിഭാഗമാണ് ട്രാക്ക് മാൻ.